ജഗതി ശ്രീകുമാർ, സ്നേഹത്തോടെ അമ്പിളിച്ചേട്ടൻ എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹം, മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. 4 പതിറ്റാണ്ടിലേറെ നീണ്ട കരിയറിൽ 1500-ൽ-അധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. പ്രധാനമായും ഹാസ്യ കഥാപാത്രങ്ങളിലൂടെയാണ് അദ്ദേഹം പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടിയത്. എന്നാൽ, സ്വഭാവ വേഷങ്ങളിലും വില്ലൻ വേഷങ്ങളിലും അദ്ദേഹം തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. മലയാള സിനിമയിലെ ഹാസ്യത്തിന്റെ ഒരു പര്യായമായി തന്നെ ജഗതി ശ്രീകുമാർ മാറി. അദ്ദേഹത്തിന്റെ തനതായ ശൈലിയും, സംഭാഷണ അവതരണത്തിലെ പ്രത്യേകതയും, ശരീരഭാഷയിലെ നൈപുണ്യവും അദ്ദേഹത്തെ മറ്റ് ഹാസ്യനടന്മാരിൽ നിന്ന് വ്യത്യസ്തനാക്കി. ഏത് സാധാരണ കഥാപാത്രത്തെയും തന്റെ അഭിനയത്തിലൂടെ അവിസ്മരണീയമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എണ്ണിയാലൊടുങ്ങാത്ത സിനിമകളിൽ അദ്ദേഹം അവതരിപ്പിച്ച കോമഡി രംഗങ്ങൾ ഇന്നും പ്രേക്ഷകരുടെ ചിരിക്ക് കാരണമാകുന്നു. പൊതുവേദികളിൽ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ശ്രദ്ധേയമായിരുന്നു. പലപ്പോഴും സിനിമ മേഖലയിലെയും മറ്റ് സാമൂഹിക വിഷയങ്ങളിലെയും തന്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം വ്യക്തവും ശക്തവുമായി തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആരുടെ മുന്നിലും തന്റെ അഭിപ്രായം വെട്ടിത്തുറന്നു പറയാനുള്ള അദ്ദേഹത്തിന്റെ ധൈര്യം പലപ്പോഴും ചർച്ചാവിഷയമായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ കഴിവുകൾ മലയാള സിനിമയെ സമ്പന്നമാക്കുകയും പ്രേക്ഷകർക്ക് അനേകം ചിരിമുഹൂർത്തങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു. ജഗതി ശ്രീകുമാർ എന്ന അതുല്യ കലാകാരൻ എന്നും മലയാളികളുടെ മനസ്സിൽ ഒരു നൊസ്റ്റാൾജിയായി നിലനിൽക്കും. ജഗതി ശ്രീകുമാർ അഭിനയിച്ച മികച്ച സിനിമകളിൽ ചിലത് താഴെ കൊടുക്കുന്നു. ഇവ അദ്ദേഹത്തിന്റെ അഭിനയ മികവും സിനിമയുടെ ജനപ്രീതിയും പരിഗണിച്ച് തെരഞ്ഞെടുത്തവയാണ്. കിലുക്കം, മീശ മാധവൻ, പൂച്ചക്കൊരു മൂക്കുത്തി, ബോയിംഗ് ബോയിംഗ്, അരം പ്ലസ് അരം സമം കിന്നരം, മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു, താളവട്ടം, മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു, യോദ്ധ, മിന്നാരം, ഒളിമ്പ്യൻ അന്തോണി ആദം, നന്ദനം, തിളക്കം, കിളിച്ചുണ്ടൻ മാമ്പഴം, ഉദയനാണ് താരം, ക്ലാസ്മേറ്റ്സ്, പ്രാഞ്ചിയേട്ടൻ, ഇന്ത്യൻ റുപ്പി ഇവ കൂടാതെ നിരവധി മികച്ച സിനിമകളിൽ ജഗതി ശ്രീകുമാർ തന്റേതായ ശൈലിയിൽ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂടുതൽ സിനിമകൾ മറ്റുള്ളവർക്കായി കമന്റ് ചെയ്യാമോ? കുമ്പിടി, അപ്പുകുട്ടൻ, നിശ്ചൽ, പ്രോപ്പറേറ്റർ മനോഹരൻ, പച്ചാളം അതോ മറ്റേതെങ്കിലുമോ? ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജഗതി ശ്രീകുമാറിന്റെ കഥാപാത്രത്തിന്റെ പേര്? മറുപടി കമന്റിൽ പ്രതീക്ഷിക്കുന്നു. സ്നേഹത്തോടെ.